കിച്ചുവിനെ പറ്റി പറയുകയാണെങ്കിൽ പലതും പറയാറുണ്ട്. പ്രത്യേകിച്ച് അവരുടെ ഒരു നേച്ചർ വളരെ ലവിങ് ആണ്. അതേപോലെ തന്നെ ആക്റ്റീവാണ് എല്ലാ സമയത്തും. റൈറ്റ് ഫ്രം ദ ബിഗിനിങ്, ചെറുപ്പം മുതലൊക്കെ തന്നെ വളരെ ആക്റ്റീവായിട്ട് ഇവിടെ എല്ലാ ഈ ക്യാമ്പസിലും മുഴുവൻ മാറി നടന്നിരുന്നൊരു കുട്ടിയാണ്. നമുക്കൊക്കെ എന്താ പറയുക, നമ്മുടെ ഈ ഹോൾ ക്യാമ്പസിൽ തന്നെ നല്ലപോലെ മിസ് ചെയ്യും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷെ കൂടുതലൊന്നും പറയാല്, പക്ഷെ കിച്ചുവും അതേപോലെ തന്നെ ഭാഗ്യവതിയാണെന്ന് പറയണം. കാരണം കിച്ചുവിന് കിട്ടിയിട്ടുള്ള ആളും ആയുഷ് നല്ല ലവിങ് ആണ്, എന്താണ് കൺസേൺഡ് ആണ്. രണ്ടുപേർക്കും ആശംസകൾ. അതായത് ഒറ്റയ്ക്കുള്ള ജീവിതം മതിയാക്കിയിട്ട് എനിക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സഹിക്കാനും അവസാന കാലം വരെ ഒന്നിച്ച് കട്ടയ്ക്ക് കൂടെ നിൽക്കാനും ഒരാളെ കിട്ടുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ്. അത് കേവലം മനസ്സിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാകുമ്പോ അതൊരു ആഘോഷമാണ്. ആ ആഘോഷം നിങ്ങളുടെ ലൈഫിൽ ഒരു എൻജോയ്മെന്റ് ആവട്ടെ, ഇതിൽ ഗംഭീരമാവട്ടെ, തകർക്കട്ടെ, തകർക്കിൻ പൊളിക്കിൻ. അപ്പൊ रंग रंग में मलंग, रंग में मलंग, रंग में मलंग, रंग रंग में मलंग, रंग में मलंग, रंग में मलंग. സത്യം പറഞ്ഞാൽ ലവ് മാരേജ് ആണോ അറേഞ്ച്ഡ് മാരേജ് ആണോ എന്ന് അറിയില്ല. കുട്ടൻ്റെ ഒരു ചേച്ചിയുണ്ട്, കീർത്തിയുടെ കൂടെ പഠിച്ചതാണ് എൻ്റെ കസിൻ. ആ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു, അങ്ങനെ നമുക്ക് അറിയായിരുന്നു. പിന്നെ യാദൃശ്ചികമായിട്ടാണ് ഇങ്ങനെ ഒരു ടോക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചതാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സംസാരിച്ചു തുടങ്ങിയത്. ആ ഗ്രാമം നമ്മളൊരു കുടുംബം ആക്കി മാറ്റി.
ഏകദേശം ഒരു 627 days ആയിട്ടുണ്ടാവും ഞാനും കിച്ചും തമ്മിൽ ഒരുമിച്ച് ഇടവഴിയിൽ അല്ലെങ്കിൽ പരിചയപ്പെട്ടിട്ട്. സോ 2024 ഒരു മാർച്ച് മന്തിലായിരുന്നു നമ്മൾ മീൻസ് ഇത് മുന്നേ പ്രൊസീഡ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് തീരുമാനമായത്. അങ്ങനെയായിരുന്നു ആ സ്റ്റോറി നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. ജോർഡാനിൽ നിന്ന് അങ്ങനെ സ്റ്റോറി ലൈഫ് സ്റ്റാർട്ട് ചെയ്തു. ഇത് നമ്മൾ നേരിട്ട് കാണുന്നത് തന്നെ എൻഗേജ്മെൻറ്റ് നമ്മൾ നേരിട്ട് കണ്ടത് തന്നെ. തീരുമാനിച്ച് മുന്നോട്ട് പോകാമെന്ന് പറയുമ്പോൾ തൊട്ടുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റ്, എന്തായിരിക്കും നെക്സ്റ്റ്, എന്തായിരിക്കും എങ്ങനെ എല്ലാവർക്കും തോന്നുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റ് തീർച്ചയായിട്ടും നമ്മുടെ രണ്ടുപേരുടെ ഇടയിലും അതുണ്ടായിരുന്നു. എല്ലാ കുടുംബങ്ങളിലും ഉള്ള എല്ലാവരും ഒത്തുചേർന്നു. അത് കിച്ചുവിൻ്റെ കാര്യമായതുകൊണ്ട് ഒരാളും മാറി നിൽക്കില്ല. എല്ലാവരുടെയും കൂടി ഒരു പ്രാർത്ഥനയും അതേപോലെ തന്നെ പങ്കുചേരലും കൊണ്ട് അത് വളരെ ഭംഗിയായിട്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ മൈസൂരാണ്, അടുത്താണ് എന്നുള്ള ഒരു സമാധാനം മാത്രമേ ഉള്ളൂ. മിസ്സിങ് എന്തായാലും ഉണ്ടാവും, ഇല്ലാതിരിക്കില്ല. പക്ഷെ ഇടയ്ക്ക് കാണാവുന്ന ദൂരത്താണ്. ഒരു അൺഎക്സ്പ്ലെയിനബിൾ ബോണ്ടാണ്. എങ്ങനെയാ എന്താ പറയാനൊന്നും പറയാൻ പറ്റില്ല. ചില സമയത്ത് ഈ പറഞ്ഞ മാതിരി അടിയായിരിക്കും, ചില സമയത്ത് അതിന് അടുത്ത സെക്കൻഡിൽ ചിലപ്പോൾ ഈ പറഞ്ഞ മാതിരി വേറെ എന്തെങ്കിലും ആവും. വി നോ ഈച്ച് അതർ. അത് ആ ഒരു റെസ്പെക്റ്റും ആ ഒരു സ്പേസും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം കൊടുക്കുന്നുണ്ട്. പുറത്തേക്ക് എങ്ങനെയാണെന്നുണ്ടെങ്കിലും അത് ഉള്ളിലതുണ്ട് രണ്ടുപേർക്കും. ഇപ്പം ഞാനും കിച്ചും സെറ്റായത് അല്ലെങ്കിൽ എന്താ പറയുക, അതെ പ്രൊസീഡ് ചെയ്ത് കണക്റ്റ് ആയത് തന്നെ നമ്മുടെ ആ ഒരു സംസാരത്തിൽ നിന്നായിരുന്നു ഇനീഷ്യൽ സ്റ്റേജിൽ കണക്റ്റ് ആയത്. സോ ആള് ഭയങ്കര വെൽക്കമിങ്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഓപ്പൺ ആയിട്ട് എനിക്ക് തോന്നി, ജെന്യുവൻ ആയിട്ട് എനിക്ക് തോന്നി. സോ അതൊക്കെ എന്താ പറയുക, ആളുടെ ഒരു പോസിറ്റീവ് സൈഡായിട്ട് ആൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണെന്നാണ് എനിക്ക് തോന്നിയത്. And that little bomb is getting married. ആലോചിക്കുമ്പോൾ ഇറ്റ്സ് ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആണ് അത്. And I wish them all the best for that. Ayush and Kichu, you guys are made for each other. Stay happy always, be happy always, and be good always. Both of you, love you both. പൂമാലൈ നം തോളിൽ താലാട്ടും നൽവേളൈ ഇവൻ മാർബിൽ ഇളമാനിൻ വിഴിസായും മണനാളോ തലൈ സായം ഇവൾ നാണം മൂക്കിൽ മൂടും മിനികി അലൈ
തന്നെ പറ്റുന്നില്ല. ഇങ്ങനെ അടുത്തൊരു ഫേസിലേക്ക് പോവുകയാണെന്ന് തന്നെ. എന്തായാലും കുട്ടന് ഇഷ്ടപ്പെട്ട കുട്ടന് മനസ്സുകൊണ്ട് ഇഷ്ടമായ ഒരു കുട്ടീനെ തന്നെ കിട്ടി, കിച്ചു. നമ്മൾ 2 ചേച്ചിമാർക്ക് ഉണ്ടായ ഒരു കുഞ്ഞനിയൻ, അല്ലെങ്കിൽ നമ്മുടെ അമ്മയ്ക്കും അച്ഛനും കുറേ നാൾ കാത്തിരുന്നുണ്ടായ ഉണ്ണിക്ക് അടുത്തൊരു ലൈഫിലെ അടുത്തൊരു ഫേസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ചേച്ചിമാർക്കും അത് ഭയങ്കര സന്തോഷമാണ്. എന്താ പറയുക, ഇമോഷണൽ മൊമെന്റ് ഫോർ ഓൾ ഓഫ് us. ഒരു വെരി ഐ എം ഗെറ്റിംഗ് വെരി ഇമോഷണൽ റൈറ്റ് നൗ. പക്ഷേ സ്റ്റിൽ I really wish her all the best, and I hope her future is filled. Yeah. എന്തായാലും we all are excited to welcome new member to our family. So wishing Kuttan and Kichu happy and blessed married life. Wish you a happy married life to Kichu and Kuttetan. Okay, ഞങ്ങൾ കുട്ടേട്ടൻ എന്നാണ് വിളിക്കുക. Okay, all the best Kichu, all the best, all the best.